ലോകം മുഴുവൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. ഭാരതത്തിലെ ഏതൊരു മംഗളകർമ്മവും അവസാനിച്ചിരുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദമന്ത്രം ചൊല്ലിയായിരുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ബ്രിട്ടീഷ് ആക്രമണം ഉണ്ടാകുന്നതുവരെ ഭാരതം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു. 1947 വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഘ്രാണി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, അപ്പോഴെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അത് നടന്നിരിക്കും. അതുകൊണ്ടാണ് ഭാരതം ഇന്നും ജീവിക്കുന്നത്. ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത്, അത്തരത്തിലുള്ള അറിവിന്റെ സമ്പൂർണ്ണ സ്രോതസ് തേടി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ. അത് ഭാരതമാണ്. ലോഹതന്ത്രവും ആരോഗ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ്. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഭാരതത്തിലായിരുന്നു. BC 5-ാം നൂറ്റാണ്ടിൽ തക്ഷശിലയിൽ ആരംഭിച്ച ഈ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുമായി 10,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. വിദഗ്ധരായ അധ്യാപകർ 60ഓളം വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തിരുന്നു. പ്രാചീന ഭാരതത്തിലെ അതിപ്രശസ്തമായ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് AD 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ നളന്ദ യൂണിവേഴ്സിറ്റി. ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ സാൻസ്ക്രിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കവാടത്തിൽ പാണിനിയുടെ ഒരു വലിയ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനം പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥമാണ്. സംഖ്യാസമ്പ്രദായം ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ്. പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭടനാണ്. പൈതഗോറസ് പയ്യുടെ വില കണ്ടുപിടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് ബൗദ്ധായനൻ പയ്യുടെ വില കണ്ടുപിടിച്ചിരുന്നു. പൈതഗോറസ് തിയറി എന്ന് ഇന്നറിയപ്പെടുന്ന തിയറി ബൗദ്ധായൻ എഴുതിയ സുൽഭസൂത്രം എന്ന പുസ്തകത്തിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ റൊട്ടേഷനെക്കുറിച്ചും അതിന്റെ സ്പീഡിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്ന ആര്യഭടിയും ഭാരതത്തിലെ ജ്യോതിർഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇക്കാരണത്താലാണ് ഭാരതത്തിലെ ആദ്യ സാറ്റലൈറ്റിന് ആര്യഭട്ട എന്ന പേര് നൽകിയത്. ആര്യഭടിയം പോലെ തന്നെ അത്യുജ്വലമാണ് 1148-ൽ ഭാസ്കരാചാര്യൻ എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകം. ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിനും വളരെ കാലം മുൻപെഴുതിയ പുസ്തകത്തിൽ ഗ്രാവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ആകാശത്തിലെ സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിന്റെ ശക്തി കൊണ്ട് അതിലേക്ക് ആകർഷിക്കുന്നു. ഏതൊന്നിനെയാണോ ആകർഷിക്കുന്നത് അത് താഴെ വീഴുക തന്നെ ചെയ്യുന്നു. തുല്യശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ്? ഈ വരികൾ സിദ്ധാന്ത ശിരോമണിയിലെ ഭുവനകോശം എന്ന ഭാഗത്തിലെ 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആര്യഭടാചാര്യനും ഭാസ്കരാചാര്യനും വിവരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടുതൽ എക്സ്പ്ലനേഷനോടുകൂടി ബ്രഹ്മഗുപ്തൻ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ എഴുതിയിട്ടുണ്ട്. വൃത്തത്തിന്റെ വിസ്തീർണം, വൃത്തത്തിന്റെ വ്യാപ്തം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബ്രഹ്മഗുപ്തൻ വളരെ വ്യക്തമായി ഇക്വേഷനോടുകൂടി നൽകിയിരിക്കുന്നു. പ്രാചീന ചികിത്സാ സമ്പ്രദായങ്ങളിൽ ആയുർവേദം പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നു. ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി എന്നറിയപ്പെടുന്നത് സുശ്രുതനാണ്. ശസ്ത്രക്രിയയിൽ അനസ്തേഷ്യയുടെ ഉപയോഗത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചും സുശ്രുതന് അറിവുണ്ടായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ചരകന്റെയും സുശ്രുതന്റെയും പുസ്തകങ്ങളിൽ നിന്നാണ് താൻ ഔഷധശാസ്ത്രം പഠിച്ചതെന്ന് ഹിപ്പോക്രാറ്റസ് എഴുതിയ പുസ്തകത്തിൽ തന്നെ 117 പ്രാവശ്യം പറയുന്നു. ചികിത്സയ്ക്കായി ശരീരവും മനസ്സും ഒരുമിച്ച് ചേർക്കണം എന്നാദ്യമായി പറഞ്ഞത് സുശ്രുതനാണ്. ശരീരത്തിനേൽക്കുന്ന ഏതൊരാഘാതവും മനസ്സിനെയും, മനസ്സിനേൽക്കുന്ന ഏതൊരാഘാതവും ശരീരത്തെയും ബാധിക്കുമെന്ന് സുശ്രുത സംഹിതയിൽ പറയുന്നു. BC 700-ൽ എഴുതിയ ഈ സിദ്ധാന്തം 1993-ൽ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണ വിധേയമാക്കി. ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണിരിക്കുന്നെങ്കിൽ മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ എന്നായിരുന്നു ദീപക് ചോപ്രയുടെ പരീക്ഷണം. ആ പരീക്ഷണം മുഴുവൻ നടത്തിയത് ആധുനിക വൈദ്യശാസ്ത്രം വളരെ കുറച്ചുനാൾ മാത്രം ആയുസ് പറഞ്ഞിരുന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികളിലായിരുന്നു. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെ അടിസ്ഥാനമാക്കി ഡോക്ടർ ദീപക് ചോപ്ര രൂപം കൊടുത്ത ക്വാണ്ടം ഹീലിംഗ് ഫലം കണ്ടു. മെഡിറ്റേഷനും പ്രാർത്ഥനയും മ്യൂസിക് തെറാപ്പിയും വഴി രോഗികൾ സുഖം പ്രാപിച്ചു. ക്വാണ്ടം ഹീലിംഗ് 21-ാം നൂറ്റാണ്ടിലെ അത്യാധുനിക ചികിത്സാ സമ്പ്രദായമായി വിലയിരുത്തപ്പെടുന്നു. യോഗശാസ്ത്രം എഴുതിയ പതഞ്ജലി മഹർഷി ഭാരതീയനായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് മാഗസിന്റെയും ന്യൂയോർക്ക് ടൈംസ് മാഗസിന്റെയും റിപ്പോർട്ട് അനുസരിച്ച് 40 വയസ്സ് കഴിഞ്ഞ അമേരിക്കക്കാരിൽ 64% വ്യക്തികളും യോഗ ചെയ്യുന്നവരാണ്. AD 400-ന് ശേഷം AD 1500 വരെ 100 കണക്കിന് രസതന്ത്ര പുസ്തകങ്ങൾ ഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. ദശരത്നാകരം, ദശസമുച്ചയം, രസേന്ദ്രസാര സർവസ്വം, രസേന്ദ്ര ചൂടാമണി തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം തന്നെ നാഗാർജുനെ പോലുള്ള അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ എഴുതിയിരിക്കുന്നതാണ്. ഈ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഓരോ കെമിക്കലും എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതിന്റെ വിവരങ്ങളുണ്ട്. കൂടാതെ സ്വർണം, വെള്ളി, ടിന്ന്, ലെഡ്, അയൺ, കോപ്പർ, മെർക്കുറി എന്നീ മെറ്റലുകൾ എപ്രകാരമാണ് പ്രോസസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ പുസ്തകങ്ങളിലുണ്ട്.
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആയോധനകലയായ കളരിപ്പയറ്റ് രൂപം കൊണ്ടത് പ്രാചീന ഭാരതത്തിലെ തെക്കൻ പ്രവിശ്യയിലുള്ള കേരളത്തിലാണ്. ലോകപ്രശസ്ത ആയോധനകലയായ ഷാവലിൻ കുംഫു അഭ്യസിപ്പിക്കുന്ന ഷാവലിൻ ടെമ്പിളിൽ ബോധിധർമ്മന്റെ വലിയൊരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ചൈനക്കാരെ മെഡിറ്റേഷനും ആയോധനകലയും പഠിപ്പിച്ചത് പ്രാചീന ഭാരതത്തിലെ പല്ലവ യുവരാജാവായിരുന്ന ബോധിധർമ്മനാണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ചത് മാർക്കോണിയല്ല, ഭാരതീയനായ ജഗദീഷ് ചന്ദ്രബോസാണ്. വിഷ്ണു ശർമ്മ AD 505 എഴുതിയ പഞ്ചതന്ത്രം എന്ന പുസ്തകം അമേരിക്കയിലെ CIA സിലബസിന്റെ ഭാഗമാണ്. ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Whenever the system is in equilibrium is disturbed, the system will adjust itself in such a way that the effect of the change is nullified. ഇതേ കാര്യം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തത്തദ്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി വേണ്ടതെല്ലാം പ്രകൃതി തനിയെ ചെയ്യുന്നു. വേദസാര സംഗ്രഹമായ ഭഗവത്ഗീതയിലെ അറിവുകൾ തികച്ചും ശാസ്ത്രീയമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഉപമ പറഞ്ഞത്. ലോകതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം ഇന്നും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ ഒരു ലൈബ്രറിയാണ് വോഡ്ലിയൻ ലൈബ്രറി. അവിടെ 20,000-ഓളം വരുന്ന കറുത്ത പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1946 വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ താളിയോല ഗ്രന്ഥങ്ങളാണ് ആ കറുത്ത പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രശസ്തരായ പല ഗവേഷകരും ഇന്നും ആ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ലോകം ഭാരതത്തിന് മുന്നിൽ 2 കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞവരിൽ ഒരാൾ മാക്സ് മുള്ളറായിരുന്നു. 11 വർഷം വേദം പഠിച്ച് വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ അടങ്ങിയ ദ ബുക്സ് ഓഫ് ഓറിയന്റൽസ് എഴുതിയ മഹാപണ്ഡിതനായിരുന്നു മാക്സ് മുള്ളർ. നമ്മൾ യൂറോപ്യന്മാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ സംഭാവനകൾ നാം മറക്കരുത് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഭാരതത്തെക്കുറിച്ചായിരുന്നു. 2010 അമേരിക്കയിൽ നടന്ന സെൻസസ് അനുസരിച്ച് അമേരിക്കയിൽ ജീവിക്കുന്ന പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ഭാരതീയരാണ്. അമേരിക്കയിലെ 38% ഡോക്ടർമാർ ഭാരതീയരാണ്. 12% ശാസ്ത്രജ്ഞരും 36% നാസ ഉദ്യോഗസ്ഥരും ഭാരതീയരാണ്. മൈക്രോസോഫ്റ്റിലെ 34%, IBMലെ 28%, ഇന്റൽ കമ്പനിയിലെ 17%, സെറോസ് കമ്പനിയിലെ 13% ഉദ്യോഗസ്ഥർ ഭാരതീയരാണ്. പ്രതിഭ ഓരോ ഭാരതീയന്റെയും രക്തത്തിലുണ്ടെന്ന് മേൽപ്പറഞ്ഞ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ പ്രവൃത്തി മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ചവരാണ്. ഞാൻ പഠിച്ച സോഫ്റ്റ്വെയറുകളും എൻ്റെ അധ്വാനവും എൻ്റെ മാതൃരാജ്യത്തിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചു. ഇനി നിങ്ങളുടെ ഊഴമാണ്. മാതൃരാജ്യത്തോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മാത്രമാകരുത്. നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരോടുള്ള അമർഷം പ്രകടിപ്പിക്കാൻ നിങ്ങൾ 5 വർഷം കാത്തിരിക്കരുത്. രോഗിയായ നിങ്ങളുടെ മാതാവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വേദന ഭാരതമാതാവിന് തകർച്ചകൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് തോന്നണം. രോഗിയായ അമ്മയുടെ അവസ്ഥ കണ്ട് പരിഹസിക്കുന്ന മക്കൾക്ക് മക്കളുടെ സ്ഥാനമുണ്ടാവില്ല. ഭാരതത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഭാരതമാതാവിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. 1000 വർഷത്തെ വിദേശാക്രമണത്തിന് വിധേയമായിട്ടും നമ്മുടെ രാഷ്ട്രം മരിച്ചില്ല. നമ്മുടെ ഭാരതം ഇന്നും ജീവിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഭാരത മക്കളുടെ ശക്തി മനസ്സിലാക്കുന്ന ദിനങ്ങൾ വിദൂരമല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും ചെറിയ അധ്വാനം ഭാരതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അഴിമതിയും ദാരിദ്ര്യവും വർഗീയ ലഹളകളുമില്ലാത്ത നവഭാരതം നിർമ്മിക്കുന്നതിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനയപൂർവ്വം നിങ്ങളുടെ സ്നേഹിതൻ മെൽവിൻ സുരേഷ്.